നമ്മളൊക്കെ അമൂൽ ബട്ടർ കഴിച്ചിട്ടുള്ളവരാണ് അല്ലെ? ഇന്ത്യയെ തന്നെ മാറ്റിമറിച്ച ഈ ബ്രാൻഡിന് പിന്നിലെ ബുദ്ധികേന്ദ്രം വർഗീസ് കുര്യനാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ മനുഷ്യൻ സ്വന്തം ചെറുമകന് മാത്രം പറഞ്ഞു കൊടുത്ത ആ വലിയ ജീവിത രഹസ്യം എന്താണെന്നറിയാം. നമുക്ക് കേൾക്കാം. നമ്മളിൽ എത്ര പേർ ഇന്ന് കത്ത് എഴുതാറുണ്ട്? വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഉള്ള ഈ കാലത്ത് കത്തുകൾ ഒരു പഴയ കഥയല്ലേ? എന്നാൽ ഇന്ത്യയുടെ ക്ഷീരവിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ തന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥിന് എഴുതിയ ചില കത്തുകളുണ്ട്. കേവലം ഉപദേശങ്ങളല്ല, ഒരു മനുഷ്യൻ തന്റെ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്തിയ വലിയൊരു പാഠമാണത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആ കത്തുകളെ കുറിച്ചാണ്. ആരാണ് വർഗീസ് കുര്യൻ? അദ്ദേഹം വെറും ഒരു എഞ്ചിനീയർ അല്ല. 1921 കോഴിക്കോട് ജനിച്ചു. വിദേശത്ത് ഉപരിപഠനം കഴിഞ്ഞെത്തിയ അദ്ദേഹം ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിൽ എത്തുന്നതോടെയാണ് ചരിത്രം മാറുന്നത്. കർഷകരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹം അമുൽ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. പത്മവിഭൂഷൺ, മാഗ്സസെ അവാർഡ് തുടങ്ങി ലോകം ആദരിക്കുന്ന ഒരുപാട് ബഹുമതികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ കൊച്ചുമകൻ എഴുതിയ ഈ കത്തുകളിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോൺ വിളികളേക്കാൾ മൂല്യം കത്തുകൾക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും സന്തോഷത്തോടെ വീണ്ടും വായിക്കാവുന്ന ഒരു സമ്പാദ്യമാണല്ലോ കത്തുകൾ. അദ്ദേഹത്തിന്റെ കരിയറിലെ ചോയ്സ്. കുര്യന് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കയിലേക്ക് കുടിയേറി വലിയൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആവുക. 2, ഇന്ത്യയിലെ സാധാരണക്കാരായ കർഷകർക്കായി പ്രവർത്തിക്കുക. അദ്ദേഹം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയാണ്. കാരണം അർത്ഥപൂർണമായ ജീവിതമാണ് പ്രധാനം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരാൾക്ക് തന്നോട് തന്നെ സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞാൽ മറ്റുള്ളവരോടും അത് പുലർത്താൻ പ്രയാസമുണ്ടാകില്ല. ഇതാണ് ഏറ്റവും വലിയ മൂല്യം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, പരാജയത്തിന്റെ പുതിയ നിർവചനമാണ്. വിജയിക്കാതിരിക്കലല്ല പരാജയം, മറിച്ച് സ്വന്തം കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. മറ്റൊന്ന്, മാനവികതയാണ്. സഹജീവികളുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള കരളുറപ്പാണ് യഥാർത്ഥ വിവേകം. കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. 1999 പത്മവിഭൂഷൺ വാങ്ങുമ്പോൾ കൊച്ചുമകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇതൊരു വലിയ മെഡലാണോ? അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു മെഡൽ മാത്രമാണ്, നീ ചെയ്യുന്ന ജോലിയിലൂടെ ലഭിക്കുന്ന അംഗീകാരങ്ങളാണ് നിന്റെ യഥാർത്ഥ ജീവിതം എന്നാണ്. ജീവിതം പാഴാക്കിക്കളയാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്താനുള്ളതാണ് എന്ന സന്ദേശമാണ് ഈ വരികൾ നമുക്ക് നൽകുന്നത്. ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പറയാം. വർഗീസ് കുര്യൻ തന്റെ കരിയറിനെ കുറിച്ച് എടുത്ത നിർണായകമായ തീരുമാനം എന്തായിരുന്നു? അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? മറ്റൊരു ചോദ്യം, യഥാർത്ഥ പരാജയം എന്ന് വർഗീസ് കുര്യൻ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യസന്ധത എന്ന മൂല്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ കൊച്ചുമകന് നൽകുന്ന വിശദീകരണം എന്താണ്? ഫോൺ സംഭാഷണത്തെക്കാൾ എഴുത്തിന് പ്രാധാന്യം നൽകാൻ അദ്ദേഹം പറയുന്ന കാരണങ്ങൾ എന്തെല്ലാം? ത്രിഭുവൻ ദാസ് പട്ടേലിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അദ്ദേഹം പഠിച്ച മൂല്യങ്ങൾ എപ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചത്? മാനവികതയും സേവനവും